ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ സമയം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഈ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചാൽ. അങ്ങനെ ഈ അവാർഡിന് എന്നെ പരിഗണിച്ച പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. മണിച്ചേട്ടൻ്റെ പേരിൽ എനിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അവാർഡാണ് ഇത്. ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമാണ് മണിച്ചേട്ടൻ്റെ പേരിൽ ഒരു അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നത്. അത് ഒരുപാട് സന്തോഷത്തോടുകൂടി എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിന് ദൈവത്തിനോട് നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം എന്താ പറയുക, വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ്, കോൾസ്, പ്രാർത്ഥനകൾ, കമൻസ് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വിശ്രമം അങ്ങനെയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആ വിശ്വാസവുമാണ് എന്നെ വീണ്ടും വേദികളിലേക്ക് തിരികെ എത്തിച്ചത്. അതിന് ദൈവത്തിനോടും ഒപ്പം എൻ്റെ പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളോടും. അപ്പം നിങ്ങളെല്ലാവരും, ഞാനിങ്ങനെ പ്രസംഗിക്കുന്നതല്ല, ഞാൻ സംസാരിക്കുന്നതല്ല, നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അനുകരണങ്ങളാണ്, മിമിക്രിയാണ്. മിമിക്രി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ ശബ്ദം അനുകരിച്ച് നിങ്ങളുടെ മുന്നിൽ അയാൾ ഇവിടെ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് മിമിക്രി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കുറെ സിനിമാ താരങ്ങളുടെ, ഒരു 2-3 സിനിമാ താരങ്ങളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഈ അടുത്ത് ഒരു വീഡിയോ ഭയങ്കര വൈറലായി അല്ലേ? അതായത് ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ പ്രശസ്ത ഗായകൻ ശ്രീ ഡാപ്സി, അദ്ദേഹം സ്റ്റേജിൽ വെച്ച് ഒരു സൗണ്ട് എഞ്ചിനീയറുമായിട്ട് കയർക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. എന്താ പറയാ, നമ്മളൊരു പ്രോഗ്രാമിൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സൗണ്ട് നന്നായാൽ നമ്മുടെ ഒരു പ്രോഗ്രാം നന്നാകുക എന്ന് പറയും. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ സുപരിചിതരായ പല ആളുകൾ മൈക്ക് സൗണ്ട് ചെക്കിങ്ങിന് വന്നാൽ അവർ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ സൗണ്ട് ചെക്ക് ചെയ്യാൻ വരുന്നത് നമ്മുടെ മറ്റാരുമല്ല, ഇപ്പോ മൈക്ക് എന്ന ഏതൊരു പ്രസംഗ വേദികളിലും മൈക്ക് ഒരു വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സൗണ്ട് ചെക്കിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം സൗണ്ട് ചെക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു വേദിയിൽ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന് വളരെ നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഞാൻ അദ്ദേഹമായി മാറാം. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, കേൾക്കുന്നില്ലേ? ഇതെന്താണ് ഇങ്ങനെ ഇട്ട് നിൽക്കുന്നത്? അല്പം റിവർബ് ഇട്ടൂടെ? ഞാൻ വേദിയിൽ സംസാരിക്കുമ്പോൾ അകലെയുള്ള ആളുകൾക്ക് കേൾക്കണമെങ്കിൽ അല്പം ഡിലേ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ വോളിയം കുറച്ചാൽ ഞാൻ എൻ്റെ പിച്ച് താഴ്ത്തണോ? ഞാൻ സൗണ്ട് കുറക്കണോ? ഒന്നാമത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഈ സൗണ്ട് താത്ത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമല്ല. പിന്നെ ഞാൻ ഈ ബൈക്കും കൊണ്ട് എന്തിനാണ് ഈ സൗണ്ട് ചെക്കിന് വന്നിരിക്കുന്നത്? അതെ, ഞാൻ ഈ ചൂടാവുന്നതല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ ഒരു ടോണാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ചൂടായത്. പക്ഷേ ഏത് വേദി ചെന്നാലും എനിക്ക് ഈ രീതിയിൽ സംസാരിക്കാതെ പറ്റില്ല. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, പിണറായി വിജയനെ അറിയാം. അതുകൊണ്ടാണല്ലോ ആരും കയ്യടിക്കാത്തത്, അല്ലേ? കയ്യടി ചോദിച്ചു വാങ്ങുന്നത് മോശമാണ്, പക്ഷേ ഇതെന്റെ ഗതികേടായി പോയി. ഓക്കെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദം.
ഒരിക്കലും പിണറായി സാർ ഈ രീതിയിൽ സംസാരിക്കില്ല. ഞാനൊരു ഭാവന രീതിയിൽ അവതരിപ്പിച്ചതെന്ന് മാത്രമല്ല. ഈ സാധനം തന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ, നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലെ ഇന്റർവ്യൂസിലൊക്കെ വൻ താരമാണ്. അദ്ദേഹമാണ് ഇവിടെ സൗണ്ട് ചെക്കിന് വന്നെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം. പാലക്കാടുള്ള എല്ലാ ഷൊർണൂരിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ സൗണ്ട് ചെക്കിന് വന്നാൽ നമ്മൾ പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അല്ലേ നമ്മൾ വോളിയം ചേട്ടനൊരു കാര്യം അറിയോ, ചേട്ടന് വോളിയം കൂട്ടാനും കുറയ്ക്കാൻ പറ്റുന്ന സാധനമല്ലേ, അങ്ങനത്തെ ഒരു യന്ത്രമല്ലേ ഇത്. എന്തുകൊണ്ട് ചേട്ടൻ ചെയ്യുന്നില്ല? ചോദിച്ചില്ല, നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം ഷൈൻ ടോം ചാക്കോ സംസാരിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാവുന്നതാണ്. പല രീതിയിലുള്ള പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പ്രചരണങ്ങളും ഞാൻ കാണാറുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, മനസ്സിലായ? അപ്പൊ ഞാൻ രാത്രി ചിലപ്പോ പ്രാന്തനെ പോലെ വന്നിരിക്കും, ചിലപ്പോ കിണ്ടി അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്നെ പുറകെ നിങ്ങൾ എന്ത് കിണ്ടി അന്വേഷിച്ചാണ് നിൽക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാ എങ്ങനെ ഇരിക്കണം മക്കളെ? അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഇവരൊക്കെ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ വളരെ സൗണ്ട് എഞ്ചിനീയറോട് വളരെ വിനയത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടനാണെങ്കിൽ സൗണ്ട് ചെക്കിന് ഇങ്ങനെ ആയിരിക്കും. ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അല്ല ചേട്ടാ, കുറച്ച് ഡിലേ ഇടാവും, കുറച്ച് മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നമസ്കാരമുണ്ട്. എന്തായാലും ജാസി ചേട്ടൻ്റെ കൂടെ ഒരു വേദിയിൽ ഒരുമിച്ച് ഒരു സ്റ്റേജ് പങ്കിടാന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പാലക്കാട് ഷൊർണൂരിലുള്ള എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കാം. നമുക്ക് എന്തായാലും ഈ പരിപാടി വേറെ ലെവലായിട്ട് മാറ്റിക്കൊണ്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോ വിനീതേട്ടൻ ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഈ വിനീതേട്ടന്റെ ശബ്ദത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ശബ്ദമാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ശബ്ദം എന്ന് പറയുന്നത്. ധ്യാൻ ശബ്ദത്തിൽ മാത്രമല്ല, ആറ്റിറ്റ്യൂഡ്, അവരുടെ സംസാര ശൈലി. അതായത് വിനീതേട്ടൻ വളരെ സാമ്യതയോടെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ നേരെ ഓപ്പോസിറ്റ് ആണ്. മനസ്സിൽ എന്ത് തോന്നുന്നു അത് ഡയറക്റ്റ് ആയിട്ട് അവതരിപ്പിക്കും, അല്ലേ? അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് മനസ്സിൽ എന്ത് തോന്നുന്നു ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് മനസ്സിൽ എന്ത് തോന്നുന്ന കാര്യം മുഖത്തടിച്ച പോലെ സംസാരിക്കുന്ന ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. അപ്പൊ നമുക്കൊരു മോർഫിംഗ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. വിനീതേട്ടന്റെ ശബ്ദത്തിൽ നിന്ന് ഒരു ചെറിയൊരു സാധനം മാറ്റിയാൽ നമുക്ക് ധ്യാൻ ശ്രീനിവാസന്റെ ശബ്ദത്തിലേക്ക് മാറാം. അപ്പൊ വിനീതേട്ടൻ സംസാരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ പുതിയ സിനിമയായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം വലിയൊരു വിജയമായിട്ട് മാറിയിരിക്കുകയാണ്. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. എന്റെ ഏട്ടനെ പോലും, എന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് എന്റെ ഏട്ടന്റെ സക്സസാ. കാരണം ഒരു പരാജയം പോലെ എന്റെ സക്സസ്, എന്റെ ചേട്ടന്റെ ഒരു പടം പൊട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ടുള്ള കാര്യം. കാരണം എന്റെ ഏട്ടന്റെ ഒരു തിരക്കഥ പോലെ എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഏട്ടന്റെ സിനിമയാണ്, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. ഞാൻ അഭിനയിച്ച എന്തായാലും ഏട്ടന്റെ സിനിമ ഒരിക്കലും മോശമാക്കില്ല എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തട്ട് കെട്ടിയാൽ നമുക്ക് വിനീത് ചേട്ടന്റെ വോയിസിലേക്ക് വീണ്ടും കിടക്കാവുന്നതാണ്. താങ്ക് യു. ഓക്കെ, ഇങ്ങനെ ഒരു മോർഫിംഗ് ഉണ്ട്. ഇനി മറ്റൊരു മോർഫിംഗ് എന്ന് പറയുന്നത്, നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോ ബിഗ് ബോസ് എന്ന ഷോ ഭയങ്കര ഇതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ബിഗ് ബോസിനെ കുറിച്ച് പല രീതിയിലുള്ള വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ അഖിൽമാരാര്, നമ്മുടെ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം? അല്ല, ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ, കാരണം അങ്ങനെ ഒരു കാര്യമാണ്. ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ പല രീതിയിലുള്ള സംസാരിക്കും. കാരണം ഇപ്പൊ എല്ലാവരും ബിഗ് ബോസിൽ കയറുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീനെ പറ്റി ഞാൻ ആ ഒരു രീതിയിലും സംസാരിച്ചിട്ടില്ല. ആ രീതിയിൽ, കാരണം പല രീതിയിൽ, കാരണം സോഷ്യൽ മീഡിയയിൽ പല പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു നാറിയ പരിപാടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ അഖിൽമാരാര് സംസാരിക്കുന്നത്. പക്ഷേ ഈ അഖിൽമാരാരുടെ ശബ്ദത്തിൽ നിന്ന് കുറച്ച് സ്ക്രാച്ച് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഗണേഷ് കുമാർ സാറിന്റെ ശബ്ദത്തിലേക്ക് കടക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ അഖിൽമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാവിധ സഹായത്തിനുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം. കാരണം വന്ന ശേഷം ഞാൻ സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഷൊർണൂർ ഇറങ്ങിയപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ വിനയ് എന്നൊരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഗിയറില്ല, അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ക്ലച്ചും ഇല്ല.
വളരെ ഈസി ആയിട്ട് വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. കാരണം എല്ലാവിധ സഹായവും എല്ലാവിധ സൗകര്യമുള്ള ഒരു വണ്ടിയായിരുന്നു. എല്ലാവിധ സഹായത്തിനും ഉണ്ട്. എല്ലാവിധ സഹായത്തിനും ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി അവസാനമായിട്ട് നമ്മുടെ സ്വന്തം മോദിജിയുടെ ശബ്ദം കൂടെ ഒന്ന് അനുകരിക്കുകയാണ്. മോദിജിയുടെ മലയാളം പ്രസംഗങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം മിക്ക വേദികൾ വന്നാൽ പോലും ഇപ്പൊ മലയാളത്തിൽ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ. അപ്പോ നമ്മുടെ മോദിജി ഈ വേദിയിൽ വരുവാണെങ്കിൽ ഈ അടുത്ത നമ്മുടെ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ ഇത്തവണ എന്ന വാക്ക് കൂടുതലായിട്ട് അദ്ദേഹം പറയുന്നത് സാധിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇത്തവണ നമ്മുടെ ഈ പരിപാടിയിൽ ആർക്കൊക്കെയാണ് അവാർഡ് എന്നറിയാമോ? ജാസി ഗിഫ്റ്റ്, നഞ്ചമ്മ, മഹേഷ് കുമാർ, എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയൊരു നന്ദി അറിയിക്കുകയാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ജാസി ചേട്ടന്റെ ഷോ ഇനി അടുത്ത് അദ്ദേഹം സംസാരിക്കാം. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി കുറെ സോങ്സ് നിങ്ങൾക്ക് മുന്നിൽ പാടിത്തരും. അപ്പൊ അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് നമുക്കിനി വൈകാതെ കിടക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷൊർണൂരിലുള്ള എല്ലാ നിവാസികൾക്കും എൻ്റെ നന്ദി. പ്രണവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എന്നെ ഈ അവാർഡിനെ പരിഗണിച്ചതിന്, എന്നെ ആദരിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.